ജനങ്ങളെ നിങ്ങൾ തെരുവിലേക്കിറങ്ങൂ. മോദി ഭരണകൂടം കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾക്കും അട്ടിമറികൾക്കുമെതിരെ പ്രതിഷേധിക്കൂ എന്ന് രാജ്യത്തെ സകല ജനങ്ങളോടും മാധ്യമങ്ങളെ സാക്ഷി നിർത്തി ആഹ്വാനം ചെയ്ത ഒരേയൊരു നേതാവുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ്. ആ ആഹ്വാനത്തിന് പിന്നാലെ ഇന്ന് രാജ്യം മുഴുവൻ രാജ്യ തലസ്ഥാനമായ ദില്ലിയിലെ പാർലമെന്റ് സ്ട്രീറ്റിലുള്ള ജന്തർ മന്ദറിലേക്ക് ഉറ്റുനോക്കുകയാണ്. രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം കൊടുമ്പിരി കൊണ്ട ഒരു വലിയ ജനകീയ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സമരത്തിനെത്തുന്ന യുവാക്കളുടെ കയ്യിൽ പോലീസുകാർക്ക് നൽകാൻ പൂക്കളും ഒപ്പം ഒരു പുസ്തകവും കരുതണമെന്നാണ് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നാവിൽ നിന്ന് വീണ ഒട്ടും നീതീകരിക്കാനാവാത്ത ചില വാക്കുകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പാർട്ടി രൂപം കൊള്ളുന്നത്. അതിജീവനത്തിന്റെ പ്രതീകമായ പാറ്റകളോട് രാജ്യത്തെ യുവാക്കളെ ഉപമിച്ചപ്പോൾ ഞങ്ങളെ പാറ്റകളാക്കി മാറ്റിയത് ഇവിടുത്തെ ഭരണകൂടമല്ലേ എന്ന് സുപ്രീം കോടതിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ചോദ്യം ചെയ്താണ് ഇന്ന് ജന്തർ മന്ദറിലേക്ക് ഈ യുവാക്കൾ കൂട്ടമായി എത്തിച്ചേരുന്നത്. വരുന്ന പൊതു തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് യുവാക്കളുടെ ഈ വലിയ നിര തെരുവിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞ് അധികാരം നിലനിർത്താമെന്ന് കരുതുന്ന BJPയും മോദിയും അമിത്ഷായും ഒക്കെ ഈ ജനരോഷത്തിന്റെ സത്യം തിരിച്ചറിയുന്നത് വളരെ നന്നായിരിക്കും. സത്യം പറഞ്ഞാൽ രാജ്യത്തെ വോട്ടിംഗ് രീതികളിലും പരീക്ഷാ നടത്തിപ്പുകളിലും നടക്കുന്ന അട്ടിമറികളെ കുറിച്ച് മാസങ്ങളോളം കൃത്യമായി പഠിച്ചു തയ്യാറാക്കിയ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളുമായി രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ നടന്നു നീങ്ങുകയായിരുന്നു. കോളേജുകൾ തോറും കയറിയിറങ്ങി അദ്ദേഹം വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴൊന്നും രാജ്യത്തെ യുവാക്കളുടെ ഈ കടുത്ത അസംതൃപ്തിയെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാകാതെ ഒരു പത്രസമ്മേളനം പോലും നടത്താതെ മോദി ഭരണകൂടം തങ്ങളുടെ തട്ടകങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുകയായിരുന്നു. ദിനോസറുകൾക്ക് മുൻപേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ആണവ വികിരണങ്ങളെ പോലും അതിജീവിച്ച് മനുഷ്യവംശം ഇല്ലാതായാൽ പോലും അവശേഷിക്കുമെന്ന് കരുതപ്പെടുന്ന പാറ്റകൾ ഇന്ന് ഭരണകൂടത്തിനെതിരായ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ രൂപകമായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വെറുമൊരു ആക്ഷേപഹാസ്യ പേജായി തുടങ്ങി മണിക്കൂറുകൾക്കകം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വലിയ പ്രസ്ഥാനമായി ഈ കൂട്ടായ്മ മാറി. തങ്ങളെ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് മടിയന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഇവരുടെ ആവശ്യങ്ങളിൽ ഭരണകൂടത്തെ കൃത്യമായി വിചാരണ ചെയ്യുന്ന ഗൗരവമേറിയ രാഷ്ട്രീയമുണ്ട്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഇതിനൊപ്പം വിരമിക്കുന്ന ജഡ്ജിമാർക്ക് രാജ്യസഭാ സീറ്റ് നൽകില്ലെന്ന പ്രഖ്യാപനവും പാർലമെന്റ് സീറ്റുകൾ വർദ്ധിപ്പിക്കാതെ തന്നെ വനിതകൾക്ക് 50% സംവരണം നൽകണമെന്ന ആവശ്യവും പൗരന്മാരുടെ വോട്ടവകാശം ഇല്ലാതാക്കിയാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ UAPA ചുമത്തുമെന്ന മുന്നറിയിപ്പും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂറുമാറുന്ന ജനപ്രതിനിധികളെ 20 വർഷത്തേക്ക് അയോഗ്യരാക്കണമെന്നും കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ ലൈസൻസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണകൂടത്തിന്റെ എല്ലാ തൂണുകളെയും ഇവർ ശക്തമായി ചോദ്യം ചെയ്യുകയാണ്. അമേരിക്കയിൽ വിദ്യാർത്ഥിയായ അഭിജിത് ദീപ്കയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. ഇതിനു പിന്നിൽ മറ്റു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളാണെന്ന ആരോപണങ്ങൾ ഉയർന്നെങ്കിലും ഓൺലൈനിൽ നിലവിലുള്ള പ്രമുഖ ശക്തികളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കോക്രോച്ചുകൾ കോടിക്കണക്കിന് ഫോളോവേഴ്സിനെ നേടിയത്. ഈ മുന്നേറ്റത്തെ ഭയന്ന് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരോധിക്കാൻ ഭരണകൂടം ശ്രമിച്ചപ്പോൾ പാർട്ടികൾ പെരുകുന്നത് പോലെ അസംഖ്യം പിന്തുണ പേജുകളാണ് ഉയർന്നു വന്നത്. മുൻപ് രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് ഉയർന്നു വന്ന അണ്ണാ ഹസാരെയുടെ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ പ്രസ്ഥാനം കോൺഗ്രസിന്റെ പതനത്തിനും BJPയുടെ വളർച്ചയ്ക്കും കാരണമായിരുന്നു. എന്നാൽ ഈ കോക്രോച്ചുകൾക്ക് പിന്നിൽ പ്രതിപക്ഷ ശക്തികളാണെന്ന തരത്തിലുള്ള ഭരണകൂട അനുകൂലികളുടെ ടൂൾ കിറ്റ് പ്രചാരണങ്ങൾ ഇവിടെ വിലപ്പോകുന്നില്ല. കാരണം രാജ്യത്തെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിലെ കടുത്ത അസംതൃപ്തിയും തൊഴിലില്ലായ്മയുമാണ് ഇതിന്റെ യഥാർത്ഥ ഇന്ധനം. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഈ രോഷത്തെ ആളിക്കത്തിക്കുക മാത്രമാണ് ചെയ്തത്. ഇതുപോലുള്ള ജനകീയ അസംതൃപ്തികൾ അയൽ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ പോലും മാറ്റിമറിച്ച ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഓൺലൈനിലെ പാർട്ടികൾ ജന്തർ മന്ദറിൽ മണ്ണിലിറങ്ങി പരസ്യ പ്രതിഷേധം നടത്തുന്നത്. ഇതിനോടകം തന്നെ ഭരണകൂട അനുകൂല IT സെല്ലുകൾ സമരക്കാരെ രാജ്യവിരുദ്ധരെന്നും മറ്റും വിളിച്ച് പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും യുവാക്കളുടെ ഈ മുന്നേറ്റം കേന്ദ്ര സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്. സമരത്തിന് മുന്നോടിയായി പാർട്ടി പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. വിപ്ലവത്തിന് പ്രഭാത ഭക്ഷണം ആവശ്യമായതിനാൽ സമരസ്ഥലത്തേക്ക് എത്തുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കുക, പോലീസിനോട് തർക്കിക്കാതെ അവർക്ക് പൂക്കൾ നൽകുക, നടക്കുന്ന എല്ലാ നീക്കങ്ങളും മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ തത്സമയം ലോകത്തെ അറിയിക്കുക, കയ്യിൽ ദേശീയ പതാകയും ഒരു പുസ്തകവുമായി വരിക തുടങ്ങിയ സമാധാനപരമായ ആഹ്വാനങ്ങളാണ് അവർ നൽകുന്നത്. സമരത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യയിലേക്ക് തിരിക്കുന്ന അഭിജിത് ദീപ്കയെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ അങ്ങോട്ട് വരരുതെന്നും അനുയായികൾക്ക് നിർദ്ദേശമുണ്ട്.
ഇന്ത്യൻ ഭരണഘടനയിലാണ് തന്റെ വിശ്വാസം എന്ന് വ്യക്തമാക്കിയ അദ്ദേഹം തികച്ചും സമാധാനപരമായ സമരത്തിനാണ് ആഹ്വാനം ചെയ്യുന്നത്. ചുരുക്കത്തിൽ കോക്രോച്ച് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊക്കെ പല രൂപത്തിൽ കോൺഗ്രസിന്റേതും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നവയുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പാർട്ടിക്ക് പിന്നിൽ രാഹുൽ ഗാന്ധിയോ എന്ന ചോദ്യവും ഒരു തലക്കൽ ഉയർന്നുമുണ്ട്.